ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഉണക്കച്ചെമ്മീനും പിന്നെ വഴുതനങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 3/4 കപ്പോളം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഉണക്കച്ചെമ്മീന്റെ ഒക്കെ ആ ഒരു തലയും വാലും ഒക്കെ അങ്ങ് നുള്ളി എടുത്ത് കളയണം. വളരെ എളുപ്പമാണ്, ഇതുപോലെ ഒന്ന് നുള്ളി കളഞ്ഞാൽ മതി. ആണ് കണ്ടോ, ഇതുപോലെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാത്തിനെയും അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ദാണ്ട ഞാനിപ്പം എല്ലാത്തിന്റെയും ഒന്ന് അതുപോലെ തലയും വാലും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നല്ല അഴുക്കുണ്ടാവും. അപ്പോഴ് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് ഒന്ന് മുക്കി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് വെച്ചേക്കാം. അഴുക്കൊക്കെ ഒന്ന് പോട്ടെ. അപ്പം നല്ല തിളച്ച വെള്ളം തന്നെ ഞാനൊന്ന് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റെങ്കിലും അവിടെ ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ്. ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഞാൻ നീളത്തിലാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അധികം കനമൊന്നുമില്ല, കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ദാണ്ട ചൂടുവെള്ളത്തിലിട്ട് ഉണക്കച്ചെമ്മീനൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 8-9 വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ആ വെളുത്തുള്ളി അല്ലിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പം തന്നെ ചെറുതായിട്ട് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 എണ്ണേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല എരിവ് കിട്ടും. ഈ ഒരു വറ്റൽമുളകിന് നല്ല എരിവാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട കണ്ടോ, നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത്ര ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇനി അതിലേക്ക് ഒരു 8-9 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞുള്ളിക്ക് പകരം നമ്മുടെ സവാള ഉണ്ടല്ലോ അതെടുത്താലും മതി. പക്ഷെ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം പറ്റുമെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ചേർത്തിട്ട് ഈ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അതുവരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. കളറൊന്നും മാറ്റിയെടുക്കണ്ട കേട്ടോ. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ദാണ്ട നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ആ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാനിലോട്ട് തന്നെ ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞതാണ്. അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഒരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറുതാണെങ്കിൽ ഒരു 1.5 എങ്കിലും എടുക്കണേ. അപ്പോൾ തക്കാളി അധികം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ തക്കാളിയും നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ദാണ്ട് തക്കാളിയും നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. തൊലിയൊക്കെ ഒന്ന് ഇളകി ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാകം വരെ ഒന്ന് വഴറ്റി എടുത്തിട്ട് അത് നമുക്ക് ആ പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഈ ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. ആ ഒരു പരുവം വരെ നന്നായിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ എപ്പോഴും ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കണമെന്നൊന്നും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. പിന്നെ ഞാൻ ഈ പാൻ കണ്ടോ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം. ഞാനൊരു അല്പം എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒന്ന് വെന്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പരുവം വരെയാണ് ചെമ്മീനും ഒന്ന് വഴറ്റി എടുക്കേണ്ടത്. നന്നായിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതും ഈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിലോട്ട് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴുതനങ്ങയും നല്ലപോലെ വെന്ത് വരണം. അതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അടച്ചൊന്നും വെക്കുന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് വേവിച്ചെടുക്കുകയാണ്.
കളറൊക്കെ ഇപ്പൊ തന്നെ ഒന്ന് മാറി വരുന്നത് കണ്ടോ? ഇപ്പൊ തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പൊ അതാണ്ട് നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ? നല്ല പോലെ വെന്ത് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവം വരെ അതും ഒന്ന് വേവിച്ചെടുത്തിട്ട് അതും നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി. ഓൾറെഡി മുന്നേ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഐറ്റംസ് ഒക്കെ ഇപ്പൊ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് തണുത്ത് വന്നാൽ മതി. അപ്പൊ അതും അങ്ങോട്ട് പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്റെ പാനിന്റെ ആ ഒരു അവസ്ഥ കണ്ടു. ആ കണ്ടോ? ഇനി നമുക്കിത് മാറ്റി വെക്കാം. എല്ലാം കൂടെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ആ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, നമ്മുടെ ഉണക്കമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയില്ലേ, അത് ആദ്യം ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ലപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കണ്ട, ഒന്ന് ചതച്ച് എടുത്ത് കൊണ്ടുവരാം. അതെ, ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യമല്ല, ആദ്യം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഇന്നത് ഫസ്റ്റ് ഇന്നത് സെക്കൻഡ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ അത് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി എടുത്ത് പിഴിഞ്ഞ വെള്ളമാണ്. ഇനിയിപ്പം പുളിവെള്ളം അല്ലെങ്കിൽ ആ പുളി തന്നെ ഡയറക്റ്റ് ചേർക്കാം, അതിൻ്റെ ആ ഒരു കുരു കളഞ്ഞതിന് ശേഷം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ജസ്റ്റ് ഒന്നങ്ങ് പൾസ് മോഡിലിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് കണ്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു ഒറ്റ ഐറ്റം മതി നമുക്ക് ചോറ് കഴിക്കാൻ, വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. എന്തായാലും ട്രൈ ആക്കി നോക്കണേ. അപ്പം ഞാൻ ദാണ്ട് ഒരു പാത്രത്തിലോട്ട് അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചോറിൻ്റെ കൂടെ വെച്ച് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.